ആ ഒരു ചെറിയ അമ്മ ഉണ്ടത് കണ്ടോ, ഈ അമ്മയ്ക്ക് 90 വയസ്സുണ്ടെന്നാ പറയുന്നത്. എന്റെ തമിഴൊന്നും അവർക്ക് മനസ്സിലാവില്ല. ടാറ്റാ, ഇപ്പം വരാം. இன்னும் ஒரு 20 days 20 நாள் ஆகும். ഈ പിഞ്ച് അപ്പൊ ഇത് വീട്ടിൽ കൊണ്ടുവച്ചാ കിളുക്കുമാ? ഇല്ല, കിളിക്കാതെ. നോക്ക്. ഓക്കെ. അല്ല, അമ്മമാരെല്ലാം ഒരു പോയി. പൂ ചോദിച്ചാലോ? എന്തിന്? 20 ദിവസം അത് വെക്കാം. ഓ, എന്റെ വാഴ നട്ടാ മതിയായിരുന്നു. വാ പോവാം. നിന്റെ അച്ഛനെ ഒന്ന് കാണട്ടെ. എന്തിനാ ഈ അബദ്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ അറിയണം, ചോദിക്കണം. ഞാൻ പറഞ്ഞേക്കാം. ഒരു പാട്ടുണ്ടല്ലേ, നമ്മള് കരിമാടിക്കൂടലെ ഫസ്റ്റ് ഒരു പാട്ടുണ്ടല്ലേ, സഹ്യസാന ശ്രുതി ചേർത്ത് വെച്ച മണിവീണയാണ് എന്റെ കേരളം. അത് തന്നെ. ഓ, എന്നെ സമ്മതിച്ചു. ഞാൻ അബദ്ധത്തിൽ പറഞ്ഞേ വാഴ നട്ടാ മതി എന്നുള്ളത്. പാട്. ஒரு மனதை உறங்க வைத்தான், ஒரு மனதை தவிக்க விட்டான். இருவர் மீதும் குற்றமில்லை, இறைவன் செய்த குற்றமடி. നിനിഷ, എവിടെ പോവാ നമ്മള്? ഞാൻ ജമന്തി തോട്ടത്തിലോട്ട്. ഒരു ജമന്തി തോട്ടം അല്ലേ കാണുന്നത് കേട്ടോ. ആ തോട്ടം കാണാൻ വേണ്ടി പോവാണ്. ഏതാ വഴി? ഇതാ വഴി. വഴി അതല്ലേ? അടിപൊളി കേട്ടോ. ബി കെയർഫുൾ ആൻഡ് അലേർട്ട്. നീ തന്നെ വിടായിരുന്നാ മതി ഇവിടെ. സൂപ്പർ. പോട്ട് പോട്ട് പോട്ട്. ദേ ഇത് കണ്ടോ, നടാൻ വേണ്ടി ഇട്ടേക്കുന്നേ ഉള്ളൂ. അതെ അതെ, നട്ടിട്ടില്ല. പക്ഷേ ഹായ് കൂട്ടരെ, അന്നേരം എല്ലാരും തെങ്കാശിക്ക് വിട്ടോ. അടിപൊളി കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത് കേട്ടോ. നല്ലൊരു തണുത്ത കാറ്റും. അതാണ് ഇപ്പൊ എന്തൊക്കെ വീഡിയോ അല്ലെ, എന്തൊക്കെ കാഴ്ചകൾ കണ്ടെന്ന് അറിയും. ഉള്ളിത്തോട്ടം കണ്ട്, പൂക്കളത്തോട്ടം കണ്ട്, അങ്ങനെ പലതരത്തിലുള്ള തോട്ടങ്ങൾ കണ്ടല്ലേ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ജമന്തി തോട്ടം അല്ലേ. ഒരുപാട് ജമന്തി. ഇവിടുത്തെ സ്ഥലം കണ്ടോ, എന്ത് മനോഹരമല്ലേ കാഴ്ചയൊക്കെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. அந்த ആളോട് சொல்லாம். ഫസ്റ്റ് ഓഫ് ഓൾ അങ്കിൾ അങ്കിൾ அந்த വീഡിയോ ഓക്കെ, താങ്ക് യു. നമ്മൾ പെർമിഷനൊക്കെ വാങ്ങി എടുത്തോളാൻ പറഞ്ഞു. ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട്. ഒരു നോ എന്നൊരു സംഭവം മിണ്ടുന്നില്ല. ഇല്ല, ചിലപ്പോ ഇപ്പൊ ഒരു നോ കേക്കും. ഞാനൊരു തൈ ചോദിക്കും. എന്നിട്ട് തെങ്കാശിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെങ്കാശിയിലെ ജമന്തി തോട്ടത്തിലേക്ക് വന്നിരിക്കുവാണ്. ഒരു അടിപൊളി ജമന്തി തോട്ടം അല്ലേ? അതെ. സാധാരണ ഓണ സമയങ്ങളിലാണ് നമ്മൾ ജമന്തി കാണാറുള്ളത്. പക്ഷെ എപ്പോഴും ജമന്തി, ഈ സമയത്ത് ജമന്തി കാണുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമല്ലേ. പക്ഷെ തെങ്കാശി വന്നാൽ കാണാൻ പറ്റും. അയ്യ, അടിപൊളി അടിപൊളി. നല്ല രസമുണ്ടല്ലേ, നല്ല മഞ്ഞിക്കുന്നില്ലേ. കുറെ അമ്മമാരും ഉണ്ട് കേട്ടോ അവിടെ. അമ്മമാരവിടെ ചായ കുടിക്കുന്നു. ചായ കുടിക്കുന്നോ? ചായ കുടിക്കുക. ചായ തരുമെന്ന് വരും. പോടാ അവിടുന്ന്. നെൽകൃഷിയുണ്ട്, ഇപ്പുറം നെൽകൃഷിയുണ്ട്, വെണ്ട കൃഷിയുണ്ട്. അവിടെ വെണ്ട കൃഷി കേട്ടോ. അതിന്റെ തൊട്ടപ്പുറത്ത് ജമന്തിയാണ്. അങ്ങോട്ടൊക്കെ ജമന്തി ഉണ്ട് കേട്ടോ. ആണോ? ആ, അതോ നോക്കി, അങ്ങോട്ടെല്ലാം ജമന്തി ഉണ്ട്. ഇതാണ് ജമന്തി പാടം. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? വാ, ഈ പൂക്കളൊക്കെ എപ്പം പറിക്കുന്നു വെക്കണം കേട്ടോ. வீடியோ எடுக்கிறதுக்கு வந்தது. சாப்பாடு சாப்பிடாது டைம் ரொம்ப லேட் ஆயிச்சா? ஆமா, நடவுக்கு லேட் ஆயிடுது. நெல்லு நட வந்ததா? ஓகே. ஓ, இது எப்ப பிச்சும்? இது காளை. காலையில பூதானா? பூதான். ഡെയിലി പിച്ചുമാ? ഡെയിലി പിച്ചും. 4 நாளைக்கு ஒருக்க. 4 ദിവസത്തില് ஒரு நாளைக்கு. அடுத்த வாரத்துல ஒரு நாளைக்கு ஒரு தட்டு. அப்படியே பறிப்பாங்க. 2 முடை 2 முடை பறி. 4 ദിവസം കൂടുമ്പോഴാണ് അവര് 4 നാൾക്ക്. അതെ, മലയാളത്തിൽ 4 ദിവസം എന്ന് ചൊല്ലും. ഓക്കെ, 4 ദിവസം കൂടുമ്പോഴാണ് ഇവിടുന്ന് പൂ പറിച്ചെടുക്കുന്നത് കേട്ടോ. ജമന്തി പൂവാണ് നിറച്ച്. നല്ല രസം, കണ്ണിന് കുളിർമയേകുന്ന ഒരു സംഭവമാണ്. അതെ, അങ്ങോട്ട് കാണിച്ചു കൊടുക്ക. അവിടെ എല്ലാം ഉണ്ട്. அந்த இடத்துல எல்லாம் போக முடியுமா?
ஆ இந்த வரப்புல போங்க நிறைய பூத்திருக்கலாம். அந்த இடத்துல போக முடியுமா? இதுல இன்னைக்கு தான் அறுத்துச்சு. ஓ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. அந்த பூ நல்லா இருக்குல்ல? நல்லா இருக்குല്ലേ? നമുക്ക് അങ്ങോട്ട് പോട്ടെ. വടകനി പോங்க. ഓക്കേ. എല്ലാം അവന്മാരെ നല്ല സഹകരണം അല്ലേ? യാ. കേരള 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 കൊല്ലം. കൊല്ലം. ആ. എന്താ പക്കെന്താ കൊല്ലം? വിനീഷേ എന്താ തോന്നുന്നു? അടിപൊളി. ഇത് നമുക്ക് തന്നെ ആ കാ ഇവിടെ നട്ടിട്ടുണ്ട്. ഉണ്ട് ആ പൂവുള്ള ചെടി ഇല്ലേ? അതാ കേട്ടോ ഇവിടെ നട്ടിരിക്കുന്നത്. ഞങ്ങ തമിഴ്നാട് ഫുള്ളാ സുത്തിട്ടേ ഇருக்கு. ട്രാവൽ വ്ളോഗേഴ്സ്. എല്ലാം മനസ്സിലായി. ശമ്പളമൊന്നുമില്ല, ചുമ്മാ சுத்தி பாக்குறதுக்கு வந்தது. എന്നാ அந்த അമ്മയുടെ പേരെന്നാ? അല്ല മുന്നാടി ഇരിക്കുന്നത് അല്ല ചിന്നമ്മ. ആ ആ വസന്തി. എവളുടെ പ്രായം? ഏജ് ഏജ് അതല്ല பார்வதி. எவ்வளோ പ്രായം இருக்கு? പ്രായം 90? ആ ഈ ചെറിയ അമ്മ ഉണ്ടത് കണ്ടോ? ഈ അമ്മയ്ക്ക് 90 വയസ്സുണ്ടെന്നാ പറയുന്നത്. എൻ്റെ തമിഴൊന്നും അവർക്ക് മനസ്സിലാവില്ല. ടാറ്റാ, ഇപ്പം വരാം. ഇതുപോലെ ഒരു തൈ കിടക്കുമാ? അതുകൂടെ ഒരു തൈ കിടക്കുമാ? തൈയല്ല, പൂ, എൻ്റെ വിത്താടുന്നത്. അത് കിളിக்கிறதுக்கு என்ன செய்யணும்? അത് പൂവ് അതല്ലമ്മ, എനിക്ക് കൊണ്ടുപോകുறதுக்கு ഒരു തൈ കിടക്കുമാ? இல்லம்மா ഇപ്പം ஓகேம்மா போட்டோ. அதாவா அவங்க சொன்னதே അതില്ലേ പിക്ചർதுக்கு அல்ல. என்னோட வீடு இல்லையா, അതിൽ നടறதுக்கு எனக்கு ஒரு தை கிடைக்குமா? தை അതിലൂടെ ഉണ്ടാ? சின்னது வேணுமா? அங்க பாக்கட்டுமா? ஓகே ഓക്കെ. എടി പൊട്ടിക്കാളി, നീ എന്തൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞോ? മനസ്സിലായി. ഒന്ന് അവിടെ പോയി ചെറിയ തൈ കാണും, അതെടുത്ത് കുഴിച്ചു വെക്കുക. അതൊന്ന്. പിന്നെന്ന് പറഞ്ഞാ അതിന്റെ വിത്തിട്ടാ കളിപ്പിക്കുന്നത്. ആണോ? ആ, എന്തായാലും നമുക്ക് ഒരെണ്ണം പിച്ചാം. പിന്നെ അടി മേടിച്ച് കൂട്ടി വിളുന്ന്. ഇല്ലടാ, അവര് പെർമിഷൻ തന്നു. നമ്മളിപ്പോ നേരത്തെ കണ്ടതിനകത്ത് പൂക്കളെല്ലാം പറിച്ചെടുത്തു, വെട്ടിയെടുത്തു. അതിൽ അടുത്ത് ഈ കാണുന്ന പറഞ്ഞാൽ അത്യാവശ്യം നല്ല പൂവാണെന്നാ പറഞ്ഞത്. എന്നാ ഭംഗിയല്ലേ ആ ഒരു കളർ ഉണ്ടല്ലേ, കണ്ണ് പുളിക്കുന്നതാണല്ലേ? അതെ, നമ്മൾ സൂക്ഷിച്ച് നോക്കിയാണെങ്കിൽ കണ്ണ് പുളിക്കും. നല്ല രസമുണ്ടല്ലേ? പിന്നല്ലാതെ. ഇതല്ലേ? ഡേയ്, നീ അവരെ അടി പിടിച്ചു തരുമോ? ഇല്ല, അടിയൊന്നും തരത്തില്ല. അവരെല്ലാം നല്ല ആൾക്കാരുണ്ടോ. എന്നാ ഭംഗിയാ നോക്കേ. നല്ല രസമല്ലേ? നല്ല രസമുണ്ട്. ഇതുപോലൊക്കെ നമ്മുടെ വീട്ടിൽ പൂത്ത് നിന്നായിരുന്നെങ്കിലോ? നമ്മള് ചെയ്യത്തില്ല അല്ലേ? നോക്കി, ഇതിനി അവിടെ കൊണ്ട് കാണിച്ചൊരു DNA നടത്തിയിട്ടേ ഞാൻ വീട്ടിൽ പോത്തോളൂ. ഇത് കിളുക്കത്തിൽ ഞാൻ തിരിച്ചു വരും. തൈ തന്നെ പിച്ചിക്കൊണ്ട് പോകും ഞാൻ. നോക്കി, എന്ത് രസമായിട്ടാ നിക്കുന്നത്. വന്ന വഴിയുണ്ടോ? അമ്മമാരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അവര് ആഹാരം കഴിക്കുന്ന സമയം കണ്ടോ? കഷ്ടമുണ്ട്. 4 കഴിഞ്ഞ് ഇപ്പഴവർ ആഹാരം കഴിക്കുന്നത്. മതിയുടെ എന്തിനത്രയും വെള്ളമാണ്, ചെളിയാണ്. ഇതിലെല്ലാം ഒന്നും കിളുക്കത്തില്ല, മനസ്സിലായില്ലേ? അത് ഒരെണ്ണത്തിനകത്ത് എത്ര വിത്തുണ്ടെന്ന് അറിയൂ? വിത്തുണ്ട്, പക്ഷെ ഇതെല്ലാം കിളുക്കണമെന്നുണ്ടോ? നമുക്കറിയത്തില്ലല്ലോ ഇതെല്ലാം കിളുക്കുവോന്ന്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ പിച്ചുന്നേ. ഒരു പ്രത്യേക തണുത്ത കാറ്റും നല്ല വൈബ് സെറ്റ് സ്ഥലം. ഇന്ന വൈബാണ്, ഒരു പറയാൻ പറ്റാത്ത ഒരു കാറ്റ് കണ്ണിന്. അമല് തന്നെ വിചാരിക്കും എലി പുന്നല് കണ്ട പോലെ ഞാൻ എല്ലാം ഓടി നടന്ന് വിച്ചുവാ.
ഓക്കെ. എനിക്ക് ആ അമ്മമാരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരെല്ലാം നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നില്ലേ? അതെ, എല്ലാരും നമ്മളോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കവറും തന്നു വിട്ട് പിച്ചി കൊണ്ടുപോകാൻ വേണ്ടി. പോവാം, നമുക്ക് പോവാം പോവാം. എനിക്ക് കൊറേ കിട്ടി. ഇവിടുന്ന് എല്ലാം അങ്ങോട്ടെല്ലാം ഇത് തന്നെയാ. വാ വാ, മതി 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 മതി. നല്ല രസമില്ലേ? നല്ല രസമുണ്ട്. ഇത്രയൊക്കെ കിട്ടി. ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി ഇടും ഞാൻ. ഓരോരോ ചെടിച്ചട്ടിക്കായിട്ട് ഞാനിത് വെക്കും. കവറ് ഇട്ടോട്ടെ. പോവല്ലേ? 5-6 കൂടെ പിച്ചിട്ട് പോയാ പോരെ. നമുക്ക് അങ്ങോട്ട് പോയി ഇടിച്ചിട്ട് നോക്കാം. ഇല്ല അമ്മ, ഇത് എടാ നീ വിചാരിക്കുന്ന പോലെ കിളുക്കണം എന്നില്ല. എന്നാ നീ കിളിപ്പിച്ചിട്ടേ പോകത്തുള്ളതല്ല. നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോ കണ്ട ഒരു ചെടിയില്ലേ, മാല കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു പൂവാണ്. ആ പൂവിനുള്ള ചെടി അല്ലെങ്കിൽ അതിൻ്റെ പ്ലാന്റ് ചെടി നട്ടിരിക്കുന്നത് കാണുന്ന കേട്ടോ. ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഉള്ളിയാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കാണാൻ വേണ്ടി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഉള്ളിയല്ല, ഇതൊരു പൂവാണ്. മാല കെട്ടാനും ബൊക്കയ്ക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൂവാണിത്. അവർ പോകുന്നുണ്ട്, അവർ പോവുക കേട്ടോ. ആണോ? നമുക്കും പോവാം. വാ വാ. ആ അമ്മയ്ക്ക് എന്ത് പ്രായമുണ്ട് ഇപ്പം. ഞാനേ ഇത് അവരുടെ അടുത്തൊന്ന് ചോദിക്കട്ടെ, ഇതിട്ടാ കിളുക്കുമോന്ന്. നീ എങ്ങനെ ചോദിക്കും? ഇന്ത വിത്തിട്ടാ ഇത് കിളയ്ക്കുമാ? ആ, എന്നാ കൊള്ളാം. ഇന്ത വിത്തിട്ടാൽ ഇത് കിളയ്ക്കുമാ? ഇന്ത വിത്തിട്ടാ ഇത് കിളിക്കുമാ? പൂവിടെ വിത്ത്. പൂവട വിത്ത് മുളയ്ക്കാതെ காய போட்டு இப்படி உதுத்து விட்டுட்டு மண் அள்ளி மேலே போட்டு கொஞ்சம் பார்த்தா முளைக்கதே தெரியும். எந்த ஏரியா? കൊല്ലം. കൊല്ലം, കേരള. ഇതിട്ടാ ഇത് കിളിക്കുമാ? കിളിക്കുമാ? ഇതിന് വിളയണം, വിത വിളയണം. விளையணும் ഇത് ഇത് വിളയാതെ ഉണങ്ങിപ്പോയാന്ന്. ஒன்றும் செய்ய முடியாது. இது கொச்சி கொச்சி சின்ன சின்ன பூவா அதுக்குள்ள இருக்குமா? இருக்காது, இப்ப இருக்காது. இப்ப இருக்காது. காய்ச்சி நல்லா விளைஞ்சாதான் பூக்கும். ஆமா. നിനക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? അത് നല്ല രീതിയിൽ വിളയണം. പൂ വിളഞ്ഞിട്ട് അതിൽ നിന്ന് ഉണങ്ങി വരുന്ന കായകൾ. ഇത് ஆமா, ഇത് ഫുള്ള് അവിടെ കിടന്ന് വാടിപ്പോയതാ. இது கரெக்ட்னா இன்னும் ஒரு 20 days, 20 நாள் ஆகும். ഈ പിഞ്ചി. അപ്പൊ ഇത് വീട്ടിൽ കൊണ്ടുവച്ചാ കിളുക്കുമാ? ഇല്ല, കിളിക്കാതെ. നോക്ക്. ഓക്കെ ഓക്കെ, ബൈ. சரிம்மா. உங்களுக்கு கேரளா தானே? കേരള, കൊല്ലം. கொல்லம். ஓகே ഓക്കെ. இன்னும் ஒரு 20 நாள் கழிச்சு வந்தீங்கன்னா கரெக்டாக இருக்கும். ആണോ? 20 ദിവസം കൂടെ കഴിഞ്ഞാൽ കറക്റ്റ് ആവും. 20 ദിവസം കൂടെ കഴിഞ്ഞ് വന്നാ മതിയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. അല്ല, അമ്മമാരെല്ലാം പോയി ഒരു കേട്ടോ. പൂ ചോദിച്ചാലോ? എന്തിന്? 20 ദിവസം അത് വെക്കാം. എന്റെ വാഴ നട്ടാ മതിയായിരുന്നു. വാ പോവാം. നിന്റെ അച്ഛനെ ഒന്ന് കാണട്ടെ. എന്തിനാ ഈ അബദ്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ അറിയണം, ചോദിക്കണം. ഞാൻ പറഞ്ഞേക്കാം. അവര് തന്നെ പറഞ്ഞു 20 ദിവസം കഴിഞ്ഞാൽ അത് ആവത്തുള്ളൂ. അന്നേരം ഇപ്പോഴേ പിച്ചിക്കൊണ്ട് വെച്ചാൽ 20 ദിവസം ആവത്തില്ല. എന്നൊരു ചോദ്യാടി ഇതൊക്കെ. ഇങ്ങനെയൊക്കെ വരുന്ന വിറക്കുന്നൊക്കെ അത്യാവശ്യം ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലല്ലേ? ഈ ആൾക്കാർ എന്ത് സ്വീറ്റാ. അതാണ്. ഈ ആൾക്കാർ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഞാറ് നടാൻ പോവാ കേട്ടോ. അവര് ഞാറല്ല, എന്തുവാ പറയുന്നത്? എനിക്ക് നമുക്ക് അത് നടന്ന് കാണാം. അത് നടന്ന് കാണാം. പോട്ട്. നമ്മളെ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല ഇവര്. ഭയങ്കര നമ്മളെ അടുത്ത് ഭയങ്കര ലോയൽ ആയിട്ടാ നിക്കുന്നേ അല്ലേ? ഭയങ്കര നല്ല നല്ല സ്നേഹത്തോടെ. കൊണ്ടുപോയാലും കിളിക്കണമെന്ന് നിർബന്ധവും ഇല്ല. കിളുക്കും. ഒരു പാട്ടുണ്ടല്ലേ, നമ്മള് കരിമാടിക്കോട്ടിലെ ഫസ്റ്റ് ഒരു പാട്ടുണ്ടല്ലേ, സഹ്യസാന ശ്രുതി ചേർത്ത് വെച്ച മണിവീണയാണ് എന്റെ കേരളം. അത് തന്നെ. ഓ,
പിന്നെ സമ്മതിച്ചു. ഞാൻ അബദ്ധത്തിൽ പറഞ്ഞേ വാഴ ഇട്ടാ മതി എന്നുള്ളത്. ആ പാട്ട് ബാക്കിയോടെ പാടാവോ? നീലസാഗരമിതെന്റെ തന്ത്രിയിലുണർത്തിടുന്നു കളനിസ്വനം, ഇളകിയൊഴുകുന്ന ഹരിതമേഖലയിൽ. തെറ്റി. ആ എന്നാലും കൊള്ളാം, നീ പാടുന്നല്ലേ അത് തന്നെ വലിയ സംഭവം. ഇതല്ല, അങ്ങോട്ട് കൊടുക്കു കുമാരേട്ടക്കായി. ആ അമ്മമാര് ഇപ്പൊ ഞാറ് നടാൻ അതിൽ ഏറ്റവും പ്രായം ചെന്നൊരു അമ്മ ഇരിക്കുന്നുണ്ടോ? ആ അമ്മ ഇപ്പോഴും ഈ ജോലി ചെയ്യുന്നതേ അതിന്റെ മുൻനിരയിൽ നിക്കുവാ. ഫ്രണ്ട് നിക്കുവല്ലേ? വാ നമുക്കിത് നടന്ന് കാണാം. അതെ അതെ. നടപ്പോറിയാ? കാലം എപ്പം വരും? காலையில் 6 மணிக்கு அங்கே வந்தாச்சு. 6 மணிக்கா? 6 மணிக்கு வந்தது. அந்த 2 கிழக்க நட்டுட்டு இப்போ இதை பிடிங்கிட்டு வந்த இதை நட. எப்போ திரும்பி போகும்? இப்போ 6 மணிக்கு பொழுதாடையே போயிடுவோம். போகலையே? ஆமாம், எங்களுக்கு மேலே பவர். ஆமாம், மேலே பவர். இங்கே ஆட்டோவில் வந்துருக்கோம், அந்த ஆட்டோவில் போகணும். ஆட்டோ வந்து கொண்டு போகலே? ஆமாம். என்ன சாலரி கிடைக்கும் சம்பளம் இங்கே? 700. രാവിലെ 6 മണിക്ക് വന്നാൽ വൈകിട്ട് 6 മണിക്ക് തിരുമ്പി പോകും. നീയാണെങ്കിൽ നടന്നോ, നട്ടോ? എനിക്കറിയത്തില്ല. ആ അമ്മ നടന്ന് വാ, അതെടുക്കാം. വെള്ളം വരുന്നുണ്ടോ? നീ കഴിച്ചു തീർന്ന് ഇച്ചിരി പോലും ഇരുന്നില്ലേ? അമ്മ ഇത് നടിയാ, നടറയാ? ആ ഒരു പാട്ട് പാട്. പാട്ട് പാടുമോ? പാട് പാട്. പാടാൻ தெரியாது, പാടാൻ അറിയത്തില്ലാന്ന്. ആ അടിപൊളി. വാ വാ ഇവിടെ വന്ന് നാട്. മൈക്ക് വെച്ച് കൊടുത്തല്ലോ, അമ്മയെ കൊണ്ട് പാടിപ്പിക്കാം. ഞാൻ വെച്ചോളൂ, ഇത് വെച്ചോളൂ, ഞാൻ വെച്ചോളൂ. മൈക്ക് വെക്കട്ടുമാ, പാടുമാ. பாட்டு கேட்காதா? நம்மளுக்கு ஒரு அடுத்து 2 அடுத்து அது வர உனக்குற வரும். ஒளியே நடு, ஒளி நீ எப்படி நட? எப்பா ஒரு പാട്ട് പാടുന്നു. നമുക്ക് അങ്ങോട്ട് പോ. പാട്ട് പാട്, പാട്. കണ്ടോ? ഏത് പാട്ട് വേണേലും പാടിക്കോ. என்னை சொல்லி குத்தமில்லை, காலம் செய்த கோலமடி, கடவுள் செய்த குத்தமடி, கடவுள் செய்த குத்தமடி. பாடு. ஒரு மனதை உறங்க வைத்தான், ஒரு மனதை தவிக்க விட்டான். இருவர் மீதும் குற்றமில்லை, இறைவன் செய்த குத்தமடி. என்னை சொல்லி குத்தமில்லை, என்னை சொல்லி குத்தமில்லை. കിട്ടും. മൈക്ക് വെക്കാൻ താല്പര്യപ്പെടുന്നില്ല, എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അമ്മ വെള്ളത്തിലോ നീ കരയിലുവാ. വെള്ളത്തിലിറങ്ങി
ഇറങ്ങിയാൽ ഇതെല്ലാം നനയും. ആ ഇല്ല, എന്റെ പാൻഡെല്ലാം നനയും. ആ கஷ்டமான வேலை, அதனால கைப்பா வருது. 3 മാസം എടുക്കും. 90 நாள் விளைஞ்சிரும். நெல் அழைக்கும். வண்டிலே வந்தியா? കാറിൽ ഇതാ വന്നത്. പോട്ടെ. ഓക്കെ ബൈ. നല്ല മഴ വരുന്നത്. ബൈ. വിനീഷ പോവാണേ. ഓക്കെ ബൈ. ടാറ്റാ. സത്യം പറഞ്ഞാലേ ഞങ്ങളിപ്പോ ഈ ജമന്തിയുടെ വീഡിയോ എടുക്കാൻ കേറിയില്ലായിരുന്നോ? എന്നെ അടിപൊളി അമ്മച്ചിമാരല്ലേ, പാവങ്ങളാ എല്ലാരും. ഭയങ്കര സ്നേഹമായിട്ട് നമ്മുടെ അടുത്ത് എല്ലാം പറയാനും നമ്മുടെ അടുത്ത് മിണ്ടാനും എല്ലാം. കഷ്ടമുണ്ട്. അവർ ഇപ്പോഴാട്ടോ ഭക്ഷണം കഴിച്ചത്. എത്ര മണിയായി നമ്മൾ? സമയം ഇപ്പം നിലവില് 4 മണിയായി. ഇപ്പോഴാണ് അവര് ഭക്ഷണം കഴിക്കുന്നത്. രാവിലെ 8 മണിയായപ്പോ വന്നതാ. 8 മണിയായപ്പോ വന്നിട്ട് ഇപ്പഴാ 6 മണിക്ക് വന്നവരാ. 6 മണിക്ക് വന്നവരാ. ടാറ്റയൊക്കെ തരുമായിരുന്നു. 6 മണിക്ക് വന്നിട്ട് വൈകുന്നേരം 6 മണിയാകുമ്പോഴേ അവര് പോകത്തുള്ളൂ. ഇപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ നല്ല സഹകരണം അല്ലേ, നല്ല ആൾക്കാർ. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അതിശയം. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഇതായിരുന്നു. അവരുടെ അടുത്ത് കുറെ സമയം സ്പെൻഡ് ചെയ്തു, ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ആകെപ്പാടെ നാശമായിട്ടിരിക്കുക, കാരണം വെയിലൊക്കെ അടിച്ചല്ലേ. ഇന്ന് തെങ്കാശിയിൽ തന്നെ നമ്മൾ കുറെ, സാധാരണ നമ്മൾ ഒരു ജില്ലയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വീഡിയോ അല്ലേ, അങ്ങനെയൊക്കെയുള്ളു. പക്ഷെ ഇത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഓൾറെഡി അറിയായിരുന്നു തെങ്കാശി വരുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും അല്ലേ. തെങ്കാശിയിൽ അത്യാവശ്യം നല്ല കൃഷിയുള്ള സ്ഥലങ്ങളാ. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കിട്ടും എന്നറിയായിരുന്നു. ഭയങ്കര ടാനായി എല്ലാം. ഇപ്പൊ നമ്മള് വെയിലത്തൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടാനായിട്ട് ഇരിക്കുവോ ഫേസ് ഒക്കെ. 90 വയസ്സുണ്ടെന്ന് അവര് പറഞ്ഞത്. ആ 90 വയസ്സിലും അമ്മ ജില്ലെന്ന് പറഞ്ഞിട്ട് അവരെക്കാളൊക്കെ മുന്നേ പോയി ആദ്യമേ നട്ടതൊക്കെ അമ്മയാ. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുവരെ കിട്ടിയത്. ഇനി നമ്മൾ മുന്നോട്ട് പോവാണ്. മുന്നോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ നമ്മൾ വഴിയെ കാണിച്ചു തരാം അല്ലെ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു ട്രിപ്പ് ഇന്നും ചിലപ്പം ഇന്നും കൂടെ ഉണ്ടാവുള്ളൂ അല്ലേ. ഇന്ന് നമ്മുടെ തമിഴ്നാട് യാത്ര ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പൊ 1 മാസം അടുപ്പിച്ചാവാറായി. 6000 കിലോമീറ്റർ ആണ് യാത്ര ചെയ്തിരിക്കുന്നത്. 38 ജില്ല, 38ാമത്തെ ജില്ലയിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. തെങ്കാശി, കന്യാകുമാരി തുടങ്ങി ഇപ്പൊ തെങ്കാശിയിൽ വന്ന് കയറുകയാണ് അല്ലേ. അടുത്ത നമ്മുടെ കൊല്ലത്തോട്ടാ പോകാൻ പോകുന്നത്. ഇവിടെ ഒരു വേറെ ക്ഷേത്രം എടുക്കണമെന്നുണ്ടായിരുന്നു, ഒരു മലയ്ക്ക് മുകളിലുള്ള ഒരു മുരുകക്ഷേത്രം. പക്ഷെ അത് ഇനി എടുക്കാൻ പറ്റുമോ തോന്നില്ല, കാരണം മേഘങ്ങളൊക്കെ ഇരുണ്ടുകൂടി. അത് മാത്രല്ല, എനിക്കാണെങ്കിൽ മല കയറുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ ഒരു ടെൻഷനും. അന്നത്തെ ആ മല കയറലിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നിൽ ഇപ്പോഴും നിൽക്കുന്നതുകൊണ്ട് എനിക്കൊരു പേടി. അങ്ങോട്ട് പോണോ കാരണം 10,500 ആയി, 2,500 അങ്ങോട്ട് പടി കയറണോ എന്നൊക്കെ പറയുന്നു. എനിക്ക് എന്തോ എന്തായാലും നോക്കട്ടെ. പിന്നെ ഇനി പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ഇപ്പൊ നല്ല മഴക്കോള് വരുന്നുണ്ട് അല്ലേ. ഇനി കിട്ടത്തില്ല, മഴക്കോള് വരുന്നുണ്ട്. അത് നമ്മുടെ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടത്തില്ല. അവരെന്തേലൊക്കെ കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. എന്തായാലും നല്ലൊരു ഭംഗി, നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് തരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ആ അമ്മച്ചിമാരാണെങ്കിൽ എന്റെ പൊന്നു, ഞാൻ ആലോചിക്കാം, മലയാളികളാണെങ്കിൽ നമ്മളെ ഉറപ്പായിട്ടും നമ്മളെ എന്താ പറയുന്നേ, ഇത്രയൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല നമ്മളോട്. ചെയ്യുവോ? ഇല്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. മലയാളികളാണ് നമ്മുടെ എന്റെ നാടായാലും പോലും ഞാൻ പറയാം, കൊല്ലം,
ട്രിവാൻഡ്രം, ആലപ്പുഴ. എനിക്ക് വലിയ സഹകരണം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങോട്ട് പാലക്കാട് അല്ലെ മലപ്പുറം അങ്ങോട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മളെ ഭയങ്കര ആക്റ്റീവ് ആണ് ആൾക്കാര്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കുകയും ചെയ്യും. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇല്ലേ? അന്നേരം ഒരുപാട് വീഡിയോസ് നമ്മളെ യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ട്, കയറി കാണണം കേട്ടോ. ഏകദേശം 50ഓളം വീഡിയോ, ഓൾ തമിഴ്നാട് യാത്രയിൽ 50ഓളം വീഡിയോകൾ വന്നിട്ടുണ്ട്, കയറി കാണാൻ മറക്കരുത്. ഓക്കെ, ബൈ.